ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ജാനുവരി 25 എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. നിങ്ങൾ പല അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടാവും ആൻഡ് നിങ്ങളുടെ അറ്റംപ്റ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനൊരു 7th അറ്റംപ്റ്റിലാണ് CA ഇൻ്റർ പാസ്സാവുന്നത്. ഓക്കെ, ഫൗണ്ടേഷനൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായതാണ്, പക്ഷേ ഇൻ്റർ പാസ്സാവുന്നത് 7th അറ്റംപ്റ്റിലാണ്. നിങ്ങൾ CA ഇൻ്റർ ലെവൽ ക്ലിയർ ചെയ്യാതെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യമാണ് കൺസിസ്റ്റൻസി. നമുക്കില്ലാത്ത ഒരു ഐറ്റമാണ് കൺസിസ്റ്റൻസി. ഇന്ന് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളത് അടച്ചു വെക്കുന്നു, കയറിക്കിടന്ന് ഉറങ്ങുന്നു. നാളെ പുതുതായിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മേജറായിട്ട് ഈ പർട്ടിക്കുലർ എക്സാം പാസ് ആവണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് കൺസിസ്റ്റൻസി. ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഡെഡിക്കേഷൻ. കൺസിസ്റ്റൻസിയോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് ഡെഡിക്കേഷൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? യെസ്, ഒബ്വിയസ്ലി നമ്മളൊരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പർട്ടിക്കുലർ കോഴ്സ് എടുത്തേക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടും അതിനു വേണ്ടിയിട്ടാണ് ഈ എക്സാംസ് എല്ലാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു വർത്ത് ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഡെഡിക്കേഷനോട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. വെറുതെ നമുക്ക് എക്സാം പാസ്സാവണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കരുത്. യെസ്, ഒരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ CA എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ സൊസൈറ്റിയിൽ കിട്ടാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ റെപ്യൂട്ടേഷൻ, ഓക്കെ, അതേപോലെ തന്നെ മറ്റ് ക്ലയൻസിൻ്റെ മുന്നിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു റെപ്യൂട്ടേഷൻ, ആ ഒരു വർത്ത് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡെഡിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓൾസോ ഇത് എപ്പോഴും ഈ ഒരു മനസ്സിൽ എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പാട്ട് സോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കേൾക്കാം, അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മിററിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പല്ല് കേൾക്കുമല്ലോ, ആ ടൈമിൽ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് യെസ്, ഐ വിൽ ബിക്കം എ സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു തീ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനോടെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എക്സാം പാസ്സാവണം, എക്സാം പാസ്സാവണം, എങ്ങനെ പാസ്സാവണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ആയിരിക്കരുത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മോട്ടീവ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എക്സാമിനേഷൻ. അത് മാറണം. എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയെ മാറ്റുക. എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഓരോ സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൽ എസ്പെഷ്യലി ഓഡിറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിയറി പേപ്പർ അല്ല ആക്ച്വലി ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ പേപ്പറാണ്. എക്സാം നമുക്ക് തിയറിയാണ്, പക്ഷേ അതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എന്തൊക്കെയാണോ ഓഡിറ്റിങ്ങിൽ പഠിക്കുന്നത് അത് തന്നെയാണ് എന്ത് നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ ആർട്ടിക്കിൾഷിപ്പിൽ ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾഷിപ്പ് പോട്ടെ, ഇനി ഒരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുമ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ആണ്. അതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ട്. ഇനി അക്കൗണ്ട്സിൽ അമാൽഗമേഷൻ പഠിക്കുകയാണെന്ന് വെച്ചു. അമാൽഗമേഷൻ, ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഒരു കമ്പനിയുടെ 2 കമ്പനികളുടെ അമാൽഗമേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കും അത് വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ള രീതി വേണം എന്ത് ചെയ്യാനായിട്ട്? ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും ഇതേപോലെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രിപ്പയർ ചെയ്യാനായിട്ട്. നാലാമത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. അതിൻ്റെ 4ാമത്തെ പോയിന്റും 5ാമത്തെ പോയിന്റും കണക്റ്റഡ് ആണ്. കോൺഫിഡൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവിഷൻ മാൻഡേറ്ററി ആണ്. കൺസിസ്റ്റന്റ് റിവിഷൻ, ഓക്കെ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം റിവൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വട്ടം നോക്കുമ്പോഴത്തേക്ക് അത് ആദ്യം മുതൽ പഠിക്കേണ്ട ഒരവസ്ഥ വരും. സോ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷൻ ഞാൻ സജസ്റ്റ് ചെയ്യും. ഡെയിലി റിവിഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആൻഡ് മന്ത്ലി വൺസ് എന്ത് ചെയ്യുക? ആ മാസം പഠിച്ച മൊത്തവും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യുമുലേറ്റീവ് റിവിഷൻ ആസ്പെക്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ദർ മൈറ്റ് ബി സിറ്റുവേഷൻസ് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് ഡിസൈഡ് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ വന്നിട്ടുണ്ടാവും.
സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എൻ്റെ എക്സാമിനോട്ടുള്ള അപ്രോച്ച് തന്നെ മാറ്റുകയാണ്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എക്സാം മാറ്റുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കുക, വിത്ത് പ്രോപ്പർ ഡെഡിക്കേഷൻ, വിത്ത് പ്രോപ്പർ കോൺഫിഡൻസ്. അത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ റിവിഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം റിവൈസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അത് പർട്ടിക്കുലർ കാര്യം ഇങ്ങനെ മനസ്സിൽ ഓടുമ്പോഴത്തേക്ക് നമുക്കറിയാം, അതറിയാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വരും. ആൻഡ് ദെയർ ബൈ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ അപ്രോച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാനുവരി അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ പ്രോപ്പർ ഡെഡിക്കേഷൻ, ഗിവ് അപ്പ് ചെയ്യാതെ, വിത്ത് പ്രോപ്പർ കൺസിസ്റ്റൻസി, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച്, തിയറി പഠിക്കുന്നു അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങളത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രാക്ടിക്കൽ സിനാരിയോ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ കണക്കാക്കണം, എന്നിട്ടത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് വെരി മച്ച് ക്ലിയർ ആൻഡ് ഇൻഫോർമേറ്റീവ് ടു യു. ഇത് ബെനിഫിറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.